മകയിരം നാളിൽ അർദ്ധരാത്രിയിലാണ് പ്രത്യേക ചടങ്ങുകൾ ഉള്ളത്. ഈ ദിനത്തിൽ ആർദ്രജാഗരണം എന്ന ചടങ്ങ് നടക്കുന്നത്. സുമംഗലിമാരും കന്യകമാരും ഈ ദിനത്തിൽ വീട്ടിൽ കോലം വരച്ച് ദേവിയെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പൂജിക്കേണ്ടതാണ്. 3 വെറ്റില കൊണ്ട് 3 കൂട്ടി മുറുക്കി 8 ദിക്കുകളിലും അടയ്ക്കാമണിയൻ്റെ ഇല കൊണ്ട് പൂജിക്കേണ്ടതാണ്. തുടർന്ന് ശ്രീ പാർവതി ദേവിയെ സങ്കല്പിച്ച് സ്വയംവരം, മംഗലാതിര എന്നീ പാട്ടുകൾ പാടി തിരുവാതിര കളിക്കുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി തുളസീതീർത്ഥം കുടിച്ച് പാരണ വീട്ടിയതിന് ശേഷം മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. ഇതോടുകൂടിയാണ് തിരുവാതിര വ്രതം പൂർണ്ണമാവുന്നത്. മകയിരം നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും, തിരുവാതിര നാളിലെ വ്രതം ഭർത്താവിനു വേണ്ടിയും, പുണർദം നാളിലെ വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് അനുഷ്ഠിക്കുന്നത് എന്നാണ് വിശ്വാസം. തിരുവാതിര വ്രതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ അനുഷ്ഠാനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എങ്ങനെയെന്ന് നോക്കാം. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഐതിഹ്യം, ദക്ഷയാഗത്തിനു വേണ്ടി പോയ സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും ഇതിൽ മനം നൊന്ത ദേവി ആത്മാഹൂതി ചെയ്യുകയും ചെയ്തു. ഇതിൽ കോപം പൂണ്ട മഹാദേവൻ പിന്നീട് ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. ഈ സമയം സതീദേവി പാർവതിയായി പുനർജനിക്കുകയും ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിന് പൂജയും തപസ്സും ആരംഭിക്കുകയും ചെയ്തു. എല്ലാവരുടെയും പ്രാർത്ഥനയാലും അനുഗ്രഹത്താലും പാർവതി ദേവിയുടെ തപസ്സിൽ അനുരക്തനായ ഭഗവാൻ മകയിരം നാളിൽ ദേവിയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ ദിനത്തിൽ തിരുവാതിരയും മകയിരവും ചേർന്ന് വരുന്ന ദിനത്തിൽ സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു.